ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആദ്യത്തെ ബഡ്ജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ബഡ്ജറ്റിൽ ഈ വനിതകൾക്കുള്ള സൗജന്യ യാത്ര പോലെ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കും എന്നത് പറഞ്ഞതുപോലെ മോഹനസുന്ദര വാഗ്ദാനങ്ങളാണോ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പൊതുവായൊരു സംശയം നിലവിലുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ 5 നിയോജകമണ്ഡലങ്ങളിലും ജയിച്ചത് UDFൻ്റെ MLA-മാരാണ്. ആ 5 MLA-മാരുണ്ടായിട്ടും ഇടുക്കിക്കൊരു മന്ത്രി ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇടുക്കിയോടൊരു ചിറ്റമ്മ നയം സ്വീകരിക്കാനാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഏകദേശമൊക്കെ പരിഹരിച്ചു വച്ചിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഏതാണ്ട് 99% പരിഹരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകുമോ, അതിൻ്റെ വിജ്ഞാപനം പൂർത്തീകരിക്കപ്പെടുമോ എന്നൊന്നും ഒരു നിശ്ചയമില്ലാത്തൊരു സ്ഥിതിയാണ്. ഒന്ന്, ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ്. അതുപോലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുക എന്നുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച കാര്യമാണ്. ഇടുക്കിയിലെ പട്ടയമില്ലാത്ത ഉപാധിരഹിത പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു വെച്ചത് ഇടതുപക്ഷ മുന്നണിയാണ്. പക്ഷേ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലേക്ക് വരുമ്പോൾ എവിടെല്ലാം എത്തും എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. അതിനെല്ലാം നിശ്ചലമായിരിക്കുന്ന അവസ്ഥ മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ബഡ്ജറ്റ് ഉണ്ടാകണം, ഭൂപ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. അതുപോലെ തന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനുള്ള നിലപാടുണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന RMS സ്പൈസസിൽ ഇനി ലോകകപ്പ് ഫുട്ബോൾ ആരവം. ഈ ഫുട്ബോൾ മാമാങ്കം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ RMS സ്പൈസസ് അവസരമൊരുക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഫാൻസും ആയിക്കോട്ടെ, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് വേൾഡ് കപ്പ് ആസ്വദിക്കാം. RMS സ്പൈസസിന്റെ AC ഹോളിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കളി ആസ്വദിക്കുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും, അല്ലേ? ഈ വേൾഡ് കപ്പ് സൗജന്യമായ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാം നമ്മുടെ RMS സ്പൈസസിനൊപ്പം.